ഹരേ കൃഷ്ണ. യശോദ ശ്രീകൃഷ്ണൻ്റെ വളർത്തമ്മയായ കഥ. അഷ്ടവസുക്കളിൽ ഒരാളായിരുന്നു ദ്രോണർ. ഇദ്ദേഹത്തിൻ്റെ ഭാര്യയായിരുന്നു ധര. ഒരിക്കൽ ദ്രോണരുടെ ഭവനം ബ്രഹ്മദേവൻ സന്ദർശിക്കുകയുണ്ടായി. ഈ സമയം ദീർഘയാത്ര ചെയ്ത് തളർന്നു വന്ന ദ്രോണർ ധരയുടെ മടിയിൽ കിടന്ന് ഉറങ്ങുകയായിരുന്നു. ബ്രഹ്മദേവൻ അടുത്തെത്തിയപ്പോഴാണ് ധര അദ്ദേഹത്തെ കണ്ടത്. ഉറങ്ങിക്കിടക്കുന്ന ഒരാളെ വിളിച്ചുണർത്തുന്നത് ധർമ്മവിരുദ്ധമെന്ന് അറിഞ്ഞിരുന്ന ധര ദ്രോണരെ ഉണർത്തിയില്ല. ദ്രോണരുടെ ശിരസ് മടിയിൽ നിന്നും എടുത്തു മാറ്റിയാൽ ഉറക്കത്തിന് ഭംഗം വന്നേക്കുമെന്ന് കരുതിയതിനാൽ ദേവിക്ക് ബ്രഹ്മദേവനെ എഴുന്നേറ്റ് കുമ്പിടാനും സാധിച്ചില്ല. ധരയുടെയും ദ്രോണരുടെയും പ്രവൃത്തി ബ്രഹ്മാവിനെ കുപിതനാക്കി. അദ്ദേഹം ദേവോചിതമല്ലാത്ത പ്രവൃത്തികളിൽ വ്യാപൃതരായ നിങ്ങൾ മനുഷ്യരായി ഭൂമിയിൽ ജനിച്ച് കന്നുകാലികളെ മേച്ചിൽ ജീവിക്കാൻ ഇടവരട്ടെ എന്ന് ശപിച്ചു. ബ്രഹ്മശബ്ദം കേട്ട് ഞെട്ടിയുണർന്ന ദ്രോണർ പശ്ചാത്താപ വിവശനായി. അദ്ദേഹം കണ്ണുനീരോടുകൂടി പറഞ്ഞു, പ്രഭോ, ഞങ്ങളുടെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന ഈശ്വരനാണ് അവിടുന്ന്. മുൻകാലങ്ങളിൽ ഞങ്ങൾ അങ്ങയോട് പുലർത്തിയിരുന്ന മര്യാദകൾ സ്മരിച്ച് അവിടുന്ന് ഞങ്ങളെ പാപമുക്തരാക്കിയാലും. ദ്രോണരുടെ കണ്ണുനീർ ബ്രഹ്മദേവന്റെ ഹൃദയത്തിൽ ദയുളവാക്കി. അദ്ദേഹം പറഞ്ഞു, ദ്രോണരെ, എൻ്റെ വാക്കുകൾ വിഫലമായി പോവുകയില്ല. അത് ധർമ്മവിരുദ്ധമാണെന്ന് അവിടുന്ന് അറിഞ്ഞാലും മനുഷ്യനായി ഭൂമിയിൽ ജനിക്കുമ്പോൾ നിങ്ങൾക്കായി ഞാൻ എന്തു നൽകണമെന്ന് നിങ്ങൾ ആവശ്യപ്പെടുക. അക്കാര്യം മാത്രമേ പ്രാവർത്തികമാവുകയുള്ളൂ. ബ്രഹ്മദേവന്റെ വാക്കുകൾ കേട്ട ദ്രോണർ ചിന്താമഗ്നനായി ഇരുന്നു. അതിനുശേഷം അഭ്യർത്ഥിച്ചു, ദേവ, മഹാന്മാരുടെ വാക്കുകൾ ഫലിക്കാതെ പോവുകയില്ലെന്ന് അടിയന് അറിയാവുന്നതാണ്. എങ്കിലും ദുർമോഹത്താൽ പാപമുക്തി ആവശ്യപ്പെട്ടത് അവിടുന്ന് ക്ഷമിച്ചാലും ദേവന് കനിവുണ്ടായി അടിയന് ഒരു വരം നൽകുമാറാകണം. ഞാനും എൻ്റെ ധർമ്മപത്നി ധരയും ഭൂമിയിൽ വസിക്കുന്ന കാലത്ത് വിഷ്ണു ദർശനമുണ്ടാകാൻ അനുഗ്രഹിക്കണമേ. ദ്രോണരുടെ അപേക്ഷ ബ്രഹ്മാവ് അനുവദിച്ചു. അതനുസരിച്ചാണ് ദ്രോണർ നന്ദഗോപരായും ധര യശോദയായും അമ്പാടിയിൽ പിറവിയെടുത്തത്. ഹരേ കൃഷ്ണ.